നമ്മൾ ശരിക്കും സ്വതന്ത്രരാണോ? ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ ത്യാഗം ചെയ്ത ഓരോ മനുഷ്യരെയും ഹൃദയപൂർവ്വം ഓർക്കുന്നു. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഓരോ സൈനികരും സ്വന്തം ജീവിതവും കുടുംബവും മാറ്റിവെച്ച് രാജ്യത്തിനായി നിലകൊള്ളുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അതിർത്തികളും ആയുധങ്ങളും സൈനികരും ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലല്ലേ, അല്ലെങ്കിൽ മനസ്സുകളിലല്ലേ എന്ന്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, മറ്റുള്ളവർ എന്നെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ തന്നെ ഒരു മോശം മനുഷ്യനായി മാറുന്നുണ്ടോ, ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ. ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ ചോയ്സസ് ആണ് നമ്മളെ നമ്മളാക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ആദ്യം എന്ത് ചെയ്യണം എന്നതിൽ തുടങ്ങി എന്ത് ചിന്തിക്കണം, എന്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കണം, നമ്മൾ ജോലി ചെയ്യുന്നിടത്തും നമ്മൾ ജീവിക്കുന്ന ഓരോ ഇടങ്ങളിലും ഓരോ നിമിഷവും നമ്മൾ ചില ചോയ്സസ് എടുക്കുന്നുണ്ട്. ചില തിരഞ്ഞെടുപ്പുകൾ ശരിയാവും, ചിലത് തെറ്റിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ ഒരു തെറ്റായ തീരുമാനം എടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടും ഒക്കെ ചോദിക്കുന്നത് ഇതാണ്: നമ്മൾ ശരിക്കും സ്വതന്ത്രരാണോ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ഭയത്തിൽ നിന്ന് സ്വതന്ത്രരാണോ? മറ്റുള്ളവരുടെ അപ്രൂവലിൽ നിന്ന് സ്വതന്ത്രരാണോ? പഴയ വേദനകളിൽ നിന്ന് സ്വതന്ത്രരാണോ? നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കിയെടുത്ത പരിമിതികളിൽ നിന്ന് സ്വതന്ത്രരാണോ? ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോഴും ഒരു ബന്ധത്തിലായിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നമ്മൾ സാധിപ്പിക്കുന്നതിനിടയിലൊക്കെ നമുക്ക് നമ്മളായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കാനായി മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? സ്വാതന്ത്ര്യം എന്നത് രാജ്യത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഉള്ള ഒന്നല്ല. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ബോധപൂർവം തിരഞ്ഞെടുക്കാനുള്ള കഴിവും സ്വാതന്ത്ര്യം തന്നെയാണ്. തെറ്റുകളിൽ നിന്ന് പഠിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഞാൻ ആരാണ് എന്ന് സ്വയം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് നമ്മളായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നതിനോടൊപ്പം നമ്മുടെ ഉള്ളിലെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാനും നമ്മുടെ ജീവിതം ബോധപൂർവം തിരഞ്ഞെടുക്കാനും നമുക്ക് ഒരു പുതിയ സ്വാതന്ത്ര്യം കൂടി ആഘോഷിക്കാം. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു യു ഓൾ. സ്വാതന്ത്ര്യം രാജ്യത്തിനും വേണം, അതുപോലെ നമ്മുടെ മനസ്സുകൾക്കും വേണം. താങ്ക് യു.